എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു അടിപൊളി പനീർ ബിരിയാണിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പനീർ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ റൈസ് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 2.5 കപ്പ് റൈസാണ് യൂസ് ചെയ്യുന്നത്. അതിന് ആവശ്യമുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. 2.5 കപ്പ് റൈസിന് കറക്റ്റായിട്ട് 1.5 കപ്പ് പാകത്തിന് വെള്ളം യൂസ് ചെയ്യുമ്പോൾ 3.25 കപ്പ് അളവിലാണ് നമുക്ക് വെള്ളം വേണ്ടത്. പക്ഷെ ഞാനിത് വേവിച്ചിട്ട് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3.25 കപ്പിന് പകരം അതിൽ ഒരു 2 കപ്പെങ്കിലും എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ അപ്പോൾ ടോട്ടൽ 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം കുറച്ച് മുമ്പിൽ നിൽക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചെറുതായിട്ട് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒരു പൊടിക്ക് ഒന്ന് മുന്നിൽ നിൽക്കണം, എന്നാലേ റൈസിന് കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഈ വെള്ളത്തിലോട്ട് ഞാൻ 1 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഞാനിവിടെ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചത് ഡയറക്റ്റ് ഞാൻ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ സെറ്റ് ചെയ്തിട്ട് റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ റൈസ് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. എനിക്കിവിടെ 6 മിനിറ്റാണ് കറക്റ്റായിട്ട് വേണ്ടി വന്നത്. ഇത് ബസ്മതി റൈസിൻ്റെ ബ്രാൻഡ് അനുസരിച്ചിട്ട് ടൈം വ്യത്യാസപ്പെട്ടെന്നിരിക്കും. ഇനി നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഇത് കോരിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. പരന്ന പാത്രത്തിൽ ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇവിടെ നമ്മുടെ റൈസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബസ്മതി റൈസ് കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തു ആദ്യം തന്നെ. ഇത് പനീർ 200 ഗ്രാം പനീറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ചില്ലി പൗഡർ ഞാനൊരു 3/4 ടീസ്പൂൺ മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഇത് കിഡ്സ് ഫ്രണ്ട്ലി റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ മിനിമലായിട്ടാണ് എരിവ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് അത് കൂടുതൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പനീർ പൊടിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പനീർ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിലിനേക്കാളും ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പനീർ മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിൽ വെച്ചിട്ട് 1 മിനിറ്റോളം ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് മറുഭാഗം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. പനീർ അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ആദ്യത്തെ സൈഡ് 1 മിനിറ്റും പിന്നീട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് 1/2 മിനിറ്റുമാണ് ഞാൻ പനീർ ഫ്രൈ ചെയ്യാൻ എടുത്ത സമയം. അങ്ങനെ നമ്മുടെ പനീറൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് വേറൊരു പാത്രത്തിലോട്ട്. നോൺ സ്റ്റിക്ക് പാൻ ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 2 ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ഉപയോഗിക്കാം. ഞാനിപ്പോഴേ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. ഓൾറെഡി ഞാൻ റൈസ് കുക്ക് ചെയ്യുമ്പോൾ 1 സ്പൂൺ നെയ്യ് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഫെനൽ സീഡ്സാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 1/2 മിനിറ്റ് ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വഴറ്റിയെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. ഓയിൽ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, പ്രോബ്ലം ഒന്നുമില്ല. സവാള വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു റോസ് സ്മെല്ല് മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം.
അടുത്തതായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ ആണ്. ഞാനിവിടെ ഒരു പഴുത്ത ടൊമാറ്റോ അത്യാവശ്യം വലുത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി. ടൊമാറ്റോ ഞാനിവിടെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചില്ലി പൗഡറും 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാനിവിടെ 1/2 ടീസ്പൂൺ മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. വലിയ ആൾക്കാർക്കാണെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ആകാം എരിവുള്ള മുളക് പൊടിയുടെ അളവ്. ഇനി നമുക്ക് പെട്ടെന്ന് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഐറ്റം ആഡ് ചെയ്യാനുണ്ട്. തൈരാണ്. പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മസാല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. ഞാൻ ഇതിലോട്ട് ഫ്രൈ ചെയ്ത പനീർ മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നെയ്യ് ആഡ് ചെയ്തിട്ട് അതിന് മുകളിലോട്ട് റൈസ് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ഞാൻ റൈസ് മുഴുവനായിട്ട് പനീറിൻ്റെ മസാലയുടെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് കാഷ്യൂ ആൻഡ് കിസ്മിസ് ആണ്. ഞാനിത് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ ഓൾറെഡി 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് 6 ടീസ്പൂൺ നെയ്യാണ് ഈ പനീർ ബിരിയാണിയിലോട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിന് മുകളിലോട്ട് മഞ്ഞൾപ്പൊടി ഇങ്ങനെ കുറേശ്ശെയായിട്ട് മുകളിലോട്ട് തൂവി കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ അടപ്പ് തുറന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പനീർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കുമെന്നില്ല. ലോ ഫ്ലെയിമിൽ ഇട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ അടിപൊളി പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കാനും അതുപോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. Thanks for watching.